പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരുള്ള വിശ്വേശ്വര സയൻസ് പാർക്കിലാണ്. എക്സിബിഷൻ അതുപോലെ മ്യൂസിയം എല്ലാം അതിൻ്റെ അകത്തുണ്ട്. എൻ്റെ പുറകെ കണ്ടോ ഒരു നമ്മുടെ ഒരു യുദ്ധവിമാനം ഇവിടെ വെച്ചിട്ടുണ്ട്. യഥാർത്ഥ യുദ്ധവിമാനം തന്നെയാണ്. അപ്പോൾ ആ യുദ്ധവിമാനം അവൻ്റെ എന്താ പറയണ്ടേ, നമ്മുടെ സേനയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് അവന് വെച്ചേക്കാണ് ആൾക്കാരൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ഗ്രൗണ്ടിലല്ല, മുറ്റത്താണ് വെച്ചിരിക്കുന്നത്. മ്യൂസിയം അകത്താണ്. അപ്പോൾ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് ഞാൻ കയറി പോവാം കേട്ടോ. നമ്മുടെ ബിഗാണ്. നമ്മുടെ സേനയിലെ സേവനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം ഈ ബാംഗ്ലൂരിലെ ഈ സയൻസ് മ്യൂസിയത്തിന് മുമ്പിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. നമ്മുടെ രാകേഷ് ശർമ്മ ഇതാ ഒരു മെഴുകു പ്രതിമയിലൂടെ നിൽക്കുന്നുണ്ട്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന എഞ്ചിനാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ പതിപ്പാണ്. ഇതൊക്കെ ഇവിടെ വന്നാലേ കാണാൻ പറ്റുമോ? എല്ലായിടത്തും ഒന്നും പോയാൽ കാണാൻ കഴിയില്ല. എല്ലാ മ്യൂസിയത്തിലൊന്നും പോയാൽ കാണാൻ കഴിയില്ല. എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ മഹാനായ രാകേഷ് ശർമ്മ ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പ്രതിമയ്ക്ക് മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറി കേട്ടോ. അപ്പോൾ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് കയറി മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ആദ്യത്തെ കാഴ്ച ഇവിടെ അങ്ങനെ ഒരു ജുറാസിക് പാർക്ക്. താഴോട്ട് നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള എൻജിനുകളാണ് കേട്ടോ. ക്രയോജനിക് എൻജിൻ്റെ ഒക്കെ ഭാഗങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ആദ്യത്തെ വിമാനം ഉണ്ടോ? റൈറ്റ് സഹോദരന്മാരുടെ ആദ്യത്തെ വിമാനത്തിൻ്റെ മാതൃകയാണ് ഇവിടെ. വണ്ടിയുടെ ഗിയർ സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നോക്കാം. കണ്ടോ, വണ്ടിക്കുള്ളിലുള്ള ഗിയർ സിസ്റ്റമാണ്. ചന്ദ്രയാൻ 3ൻ്റെ ഒരു മാതൃക ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ചന്ദ്രയാൻ 3ൻ്റെ ആ പേടകത്തിൻ്റെ ഒരു മാതൃകയാണ് ഈ സയൻസ് പാർക്കിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. ഓരോ എൻജിനുകളാണ്. ഇതിന് അവിടെ എഴുതിയിരിക്കുന്നത് നാഷണൽ ഓയിൽ എൻജിൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. നാഷണൽ ഓയിൽ പഴയ കാലത്തെ എൻജിനുകളാണ്. ഇന്നിപ്പോൾ ആധുനിക കാലത്ത് പല വിധത്തിലുള്ള എൻജിനുകളും വന്നിട്ടുണ്ട്. പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഓരോ എൻജിനുകളുടെ ഒറിജിനൽ എൻജിൻ തന്നെ, മാതൃകയല്ല, ഒറിജിനൽ എൻജിൻ തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു കേട്ടോ. ആദ്യത്തെ ആവി കൊണ്ട് ഓടിയ റെയിൽവേ എൻജിനാണ് കേട്ടോ. അതിൻ്റെ മാതൃകയാണ്. ജെറ്റ് വിമാനത്തിൽ ഉപയോഗിക്കുന്ന എൻജിനാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒറിജിനൽ പതിപ്പാണ്. ഇതൊക്കെ ഇവിടെ വന്നാലേ കാണാൻ പറ്റുമോ? എല്ലായിടത്തും ഒന്നും പോയാൽ കാണാൻ കഴിയില്ല. എല്ലാ മ്യൂസിയത്തിലൊന്നും പോയാൽ കാണാൻ കഴിയില്ല. പഴയ കാലത്തെ എൻജിൻ. അതിൻ്റെ അടിയിലൊന്നും എഴുതി വെച്ചിട്ടില്ല, എന്തിൻ്റെയാണെന്ന് അറിയില്ല. ഇവിടെ ഏതാ വേറൊരു എൻജിൻ. ഇവിടെ ഏതാ ഹോട്ട് എയർ എൻജിൻ. ഒരു ഫാനും അതിനോടനുബന്ധിച്ച ചൂട് എൻജിൻ്റെ ഉൾഭാഗം അതിൻ്റെ ബോഡി തുറന്ന് വെച്ചേക്കുക. ഒരു ഡീസൽ എൻജിൻ്റെ ബോഡി തുറന്ന് വെച്ചിരിക്കുന്നു. ജീപ്പിൻ്റെ ഒക്കെ വണ്ടിയുടെ ഒരു എൻജിൻ്റെ മുഴുവൻ തുറന്ന് വെച്ചേക്കുക. നമുക്കത് കൃത്യമായിട്ട് ഉള്ളിലെ പ്രവർത്തനം കാണാൻ പറ്റിയില്ലെങ്കിലും ഉൾവശം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഉണ്ടാവുക. ഇത് വേറൊരു എൻജിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ തുറന്നു വെച്ചിട്ട് ഉള്ള സംഭവമാണ്. ഇതായാലും പൈസ കൊടുക്കുന്നതിന് നഷ്ടമില്ല. കാരണം നമുക്കിൻ്റെ വിമാനത്തിൻ്റെ എൻജിൻ്റെ ഭാഗമാണിത്. നോക്കി കാണുമ്പോൾ എന്തോ ഒരു ഭീകരമായ ശില്പം ഇരിക്കുന്നത് പോലാണ്. പക്ഷേ ഇത് എയർക്രാഫ്റ്റ് വിമാനത്തിൻ്റെ എൻജിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ഇതുണ്ടോ, ഇത് വിമാനത്തിൻ്റെ എൻജിൻ്റെ ഭാഗമാണ്. പിന്നെ ട്വിൻ റോ റേഡിയൽ എയർക്രാഫ്റ്റ് എൻജിൻ കേട്ടോ. ഇത് ഏതായാലും നമുക്കൊരു പുതിയ അനുഭവം തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാണെങ്കിൽ ഉണ്ടോ, മറൈഞ്ചിന് കപ്പലിൻ്റെ എൻജിനാണ്. കപ്പൽ വലിയ കപ്പലാണോ ചെറിയ കപ്പലാണോ എന്നറിയില്ല. പക്ഷേ കപ്പലിൻ്റെ എൻജിനാണ് നമ്മളിവിടെ കാണുന്നത്. കണ്ടോ, കപ്പലിൻ്റെ എൻജിൻ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സയൻസ് പാർക്കാണ്. തീർച്ചയായിട്ടും
ബാംഗ്ലൂർ വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് തീർച്ചയായിട്ടും ഇത് കാണേണ്ടത്. ടർബൈൻ കറക്കുന്ന ഒരു സംഭവമായിട്ട്, അതായത് വൈദ്യുതി ഇലക്ട്രിക് ഉണ്ടാക്കുന്ന സമയത്ത് ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വെള്ളം പോയിട്ട് ഇതിൻ്റെ മേലയിൽ വീണിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കറങ്ങുമ്പോഴാണ് വൈദ്യുതി ഉണ്ടാകുന്നത്, ഇലക്ട്രിക് വരുന്നത്. അപ്പോൾ അതിൻ്റെ എവിടുന്ന് ഉപേക്ഷിക്കപ്പെട്ട സംഭവം ഇവിടെ എടുത്തു വെച്ചേക്കാണ്. ഇതിലേക്ക് ശക്തമായി വെള്ളം വന്ന് വീഴുമ്പോഴാണ് ഇത് കിടന്ന് കറങ്ങുകയും അതായത് 10, 150, 200 ഒക്കെ വർഷം പഴക്കമുള്ള അച്ചടി യന്ത്രങ്ങളുടെ ഒരു ശേഖരമാണ്. അച്ചടി യന്ത്രങ്ങളുടെ ഒരു ശേഖരം ഇവിടെ. മറ്റൊരു അച്ചടി യന്ത്രം. ലോക്കുകളൊക്കെ എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. കേട്ടോ, നമ്മൾ ഈ താക്കോൽ തിരിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മളറിയുന്നില്ലല്ലോ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1916 ലോറി അതേപോലെ തന്നെ മോഡലൊന്നുമല്ല, അന്നത്തെ ലോറി സംഘടിപ്പിച്ചിട്ട് ഇവിടെ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ അതിരുന്നിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ വളരെ ശ്രദ്ധിച്ചാണ് ഡ്രൈവ് ചെയ്യുന്നത്. സ്റ്റിയറിങ്ങൊക്കെ അദ്ദേഹത്തിൻ്റെ തലയുടെ മേളിലാണ് ഉള്ളത്. പുറകോട്ടൊക്കെ നോക്കിയ ലോറി ടയറൊക്കെ കണ്ടോ? ടയറൊക്കെ എന്ന് പറഞ്ഞാൽ കാറ്റ് നിറയ്ക്കുന്ന ടയറല്ല, ഇരുമ്പിൻ്റെ ടയറയിൽ ഈ എന്താ പറയണ്ടേ റബ്ബർ നാട ചുറ്റിയേക്കുക. അടുത്ത നിലയെന്ന് പറയുന്നത് ഫൺ സയൻസിൻ്റെ വിഭാഗമാണ്. അതായത് ഫണ്ണികളായിട്ടുള്ള സയൻസിലെ ചില കാര്യങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ്. അപ്പോൾ അതൊന്നും ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഫണ്ണിയായിട്ടുള്ള സയൻസിലെ ചില അത്ഭുതങ്ങളാണ്. അത് പലതുണ്ട്. ഇതിങ്ങനെ വിളക്കുന്ന അങ്ങനെ പല സാധനങ്ങളുണ്ട്. വളരെ രസകരമായ സംഭവങ്ങളാണ്. അതിലൂടെ സയൻസിലെ രസകരമായിട്ടുള്ള അത്ഭുത ടെക്നിക്ക്, ഇലക്ട്രോ ടെക്നിക്ക്, അതെന്താണെന്ന് നോക്കാം. അതും ഈ പറഞ്ഞ പോലെ കുറേ ക്രമീകരണങ്ങളാണ്. അതും വലിയ രീതിയിലൂടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രോൻ്റെ ഭാഗമായിട്ടുള്ള സയൻസിലെ കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ ടെക്നോളജികളിലും ഒക്കെ ഇവിടെ വളരെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാനൊരു ഓട്ടപ്രദക്ഷിണം നടത്തുവാണ്. എല്ലാം ഇവിടെ വിശദീകരിച്ച് എന്തെല്ലോ ഇലക്ട്രോ സംബന്ധമായിട്ടുള്ള സയൻസിൻ്റെ ടെക്നോളജി എല്ലാം ഇവിടെ വിശദമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാം, അതിനുള്ള സൗകര്യമുണ്ട്. പിന്നെ അത് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരുണ്ട്, അവരുടെ ദേശമുണ്ട്, അവരുടെ മറ്റ് കണ്ടുപിടുത്തമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 85 രൂപ കൊടുത്തിട്ട് ഈ മ്യൂസിയം ഒന്ന് കയറി കണ്ടതുകൊണ്ട് യാതൊരു നഷ്ടവും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കേട്ടോ, ഇതൊക്കെ ഓരോന്ന് കണ്ടുപിടിച്ചതിൻ്റെ പ്രിൻ്ററൊക്കെ കണ്ടുപിടിച്ചതിൻ്റെ ശാസ്ത്രജ്ഞൻ്റെ അടക്കമുള്ള ശില്പങ്ങളടക്കമാണ്. സംഭവങ്ങൾ കണ്ടുപിടിച്ചതിൻ്റെ ഇതൊരു ഇലക്ട്രിക് വിഭാഗത്തിൻ്റെ എന്ന് മാത്രം, ഇത് വൈദ്യുതി സപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു രൂപരേഖയാണ്. പറയുന്നത് സ്പേസ് ടെക്നോളജീൻ്റെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാ നിൽക്കുന്നു സ്പേസിലൊക്കെ പോയിട്ട് രാകേഷ് ശർമ്മ, നമ്മുടെ രാകേഷ് ശർമ്മ ഇതാ ഇപ്പം നിന്നിട്ടൊരു സെൽഫിയൊക്കെ എടുത്തിട്ടോ. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരിയാണ് രാകേഷ് ശർമ്മ. വിശദീകരിക്കാൻ കഴിയില്ല, ഇതൊന്നും ഓടിച്ച് പോകാനേ കഴിയുള്ളൂ. കാരണം കൂടുതൽ വിശദീകരിക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കും. അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് പെട്ടെന്ന് കണ്ടു പോവുകയാണ്. അപ്പോൾ ഇത് ഈ ബഹിരാകാശ നിലയത്തിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ മിസൈലൊക്കെ നമ്മളെ ഉപഗ്രഹം വിക്ഷേപിക്കുന്നില്ലേ, ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിൻ്റെ ഒരു ചെറിയ മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആൻറ്റീനകൾ കണ്ടോ, ഇത് നമ്മൾ ടി വിക്ക് വെക്കുന്ന ആൻറ്റീന അല്ല, അല്ലാത്ത ശാസ്ത്രകാരന്മാർ ഉപയോഗിക്കുന്ന ആൻറ്റീന. ഇപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെല്ലാം ഇതിൻ്റെ അകത്ത് കയറി. പിന്നെ വേറെ എന്തെല്ലാമൊക്കെയോ ഉണ്ട്. സ്പേസ് സ്പിൻ ഓഫ് ബഹിരാകാശത്ത് പോയി കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്ന ബാക്കി ഭാഗങ്ങളൊക്കെ ഇവിടെ എടുത്ത് നന്നായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഒക്കെ ഉപരിതലത്തിൽ പോയിട്ട് ഇതിങ്ങനെ ഇറങ്ങിയിട്ട് ഓടി നടക്കൂലേ, അതിലിങ്ങനെ നടക്കുന്നെന്ന് പറഞ്ഞ സംഭവമില്ലേ, ചെറിയ സംഭവം. ഇവനാണ് സാധനം. ഇവനാണ് ചൊവ്വയിൽ കൂടെയും അതുപോലെ അല്ലെങ്കിൽ ചന്ദ്രനിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങി നടക്കുന്ന ആളിവനാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ബാംഗ്ലൂരെ ഈ സയൻസ് മ്യൂസിയം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ പഠനയാത്രയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ വിദ്യാലയങ്ങൾ
ഇങ്ങോട്ടൊരു പഠനയാത്ര സംഘടിപ്പിക്കണം. ഇതൊക്കെ അവരൊക്കെ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. എൻ്റെ പുറകെ കാണുന്നുണ്ടോ, അതായത് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച് കഴിഞ്ഞ് മേളിൽ ചെന്നിട്ട് എങ്ങനെ ഉപഗ്രഹം ഈ പറയുന്ന വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നിട്ട് അതിൻ്റെ ഭ്രമണപഥത്തിലെത്തും എന്നതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സയൻസ് മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ സയൻസ് മ്യൂസിയം കാണാൻ വേണ്ടി നിങ്ങളൊരു ചെറിയ സമയമായിട്ടെടുത്ത് വരരുത്. ഇത് ഏകദേശം 5 ഫ്ലോർ, 5ഉം 2 സെക്ഷൻ വെച്ചിട്ട് ഏകദേശം 10 ഫ്ലോറോളം വരുന്ന സ്ഥലത്താണ് ഈ സയൻസ് മ്യൂസിയം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ മ്യൂസിയം കാണാൻ വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് ഒരു 3 മണിക്കൂറെങ്കിലും ഇവിടെ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരണം. എന്നാൽ മാത്രമേ ഇത് എന്നാലും മര്യാദയ്ക്ക് കാണാൻ കഴിയില്ല, എന്നാൽ കുറച്ചെങ്കിലും ഒന്ന് കാണണമെങ്കിൽ അങ്ങനെ വരുന്നതായിരിക്കും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം.